السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 143-ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് പരിശുദ്ധമായ റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈറ് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഭക്ഷണങ്ങൾ സ്നേഹിതർ, ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളാദ്യമായി 143-ാം പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما لكم ألا تأكلوا مما ذكر اسم الله عليه وقد فصل لكم ما حرم عليكم إلا ما اضطررتم إليه وإن كثيرا ليضلون بأهوائهم بغير علم إن ربك هو أعلم بالمعتدين وذروا ظاهر الإثم وباطنه إن الذين يكسبون الإثم سيجزون بما كانوا يقترفون ولا تأكلوا مما لم يذكر اسم الله عليه وإنه لفسق وإن الشياطين ليوحون إلى أوليائهم ليجادلوكم وإن أطعتموهم إنكم لمشركون أومن كان ميتا فأحييناه وجعلنا له نورا يمشي به في الناس كمن مثله في الظلمات ليس بخارج منها كذلك زين للكافرين ما كانوا يعملون وكذلك جعلنا في كل قرية أكابر مجرميها ليمكروا فيها وما يمكرون إلا بأنفسهم وما يشعرون وإذا جاءتهم آية قالوا لن نؤمن حتى نؤتى مثل ما أوتي رسل الله الله أعلم حيث يجعل رسالته فيصيب الذين أجرموا صغار عند الله وعذاب شديد بما كانوا يمكرون صدق الله العلي العظيم. സൂറത്തുൽ അൻആമിലെ 119 മുതൽ 124 വരെയുള്ള 6 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. വിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ ജുസ്ഇൽ 143-ാമത്തെ പേജ്. മക്കയിലെ മുശ്രിക്കുകൾ പല വാദങ്ങളും ഉന്നയിക്കുകയും മുസ്ലിങ്ങളുമായി തർക്കിക്കുകയും ചെയ്തിരുന്നു എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ പറഞ്ഞത്. അതായത് അവർ തർക്കിച്ചിരുന്ന ഒരു വിഷയം, അള്ളാഹു കൊന്നത്, അതായത് സ്വയം ചത്തത് നിങ്ങൾ തിന്നൂല എന്നും നിങ്ങൾ കൊന്നത്, അതായത് നിങ്ങൾ അറുത്തത് നിങ്ങൾക്ക് തിന്നാമെന്നും പറയുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നവർ മുസ്ലിങ്ങളുമായി തർക്കിച്ചിരുന്നു. സത്യത്തിൽ അവരുടെ ഉദ്ദേശം എന്താ? ചത്തത് ഭക്ഷിക്കരുത്, അറുത്തത് മാത്രമേ ഭക്ഷിക്കാവൂ എന്ന ഇസ്ലാമിന്റെ നിയമത്തെ എതിർക്കുക. അത്ര തന്നെ, വേറൊരു ലക്ഷ്യം അവർക്കില്ല. അവരുടെ ഇത്തരം തർക്കങ്ങൾക്കോ ജൽപ്പനങ്ങൾക്കോ ഒരിക്കലും തലകുനിക്കരുത് എന്നാണ് ഇനി അല്ലാഹു തആല 119 പറയുന്നത്. ഇങ്ങനെ വെറുതെ വാദിക്കുന്ന ആളുകൾ, വെറുതെ തർക്കിക്കുന്ന ആളുകൾ സ്വയം വഴിതെറ്റിയവരും മറ്റുള്ളവരെ വഴി തെറ്റിക്കുന്നവരുമാണ്. മുശ്രിക്കുകളുടെ ഇത്തരം തർക്കവും ആക്ഷേപവും ഒക്കെ വളരെ രൂക്ഷമായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല കുറച്ച് ഗൗരവത്തിൽ തന്നെ ആ വിഷയം പറയുന്നത്. എന്താ പറയുന്നതെന്നറിയോ? നിങ്ങൾ നിർബന്ധിതരാകുന്ന ഘട്ടങ്ങളിൽ ഒഴിച്ച് മറ്റെല്ലാ സമയത്തും തിന്നാൻ പാടില്ലാത്തത് ഏതൊക്കെയാണ് എന്ന് അല്ലാഹു തആല കൃത്യമായി വിവരിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെട്ടത് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അത് തിന്നാൻ നിങ്ങൾ എന്തിനു പഠിക്കണം? ഈ മുശ്രിക്കുകൾ പറയുന്നത് നിങ്ങൾ എന്തിനു കേൾക്കണം? അള്ളാഹുവിന്റെ അവന്റെ നിയമസംഹിതകളിൽ വിശ്വസിച്ച ആളുകളാണോ നിങ്ങൾ? അതുകൊണ്ട് തന്നെ റബ്ബിന്റെ നാമം പറഞ്ഞ് അറുത്തത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക, ചത്തത് തിന്നരുത്.
അള്ളാഹു അല്ലാത്തവരുടെ നാമം അറുത്തത് തിന്നരുത് എന്ന് 118 ആയത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവസാനം പറഞ്ഞിരുന്നു. വേറെ പല സൂറകളിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പെടാത്ത ജീവികളെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് അറുത്താൽ അത് തിന്നാൻ പറ്റാതിരിക്കാൻ ഒരു കാരണവും ഇല്ല. മുശ്രിക്കുകൾ പറയുന്ന പോലെ ചത്തത് അള്ളാഹു കൊന്നതാണ്, അറുത്തത് മനുഷ്യന് കൊന്നതാണ്, അള്ളാഹു കൊന്നത് തിന്നാൻ പാടില്ല, മനുഷ്യൻ കൊന്നത് തിന്നാം, ഇത്തരം വാദങ്ങൾക്കും ന്യായങ്ങൾക്കും ഒന്നും ഒരടിസ്ഥാനവുമില്ല, വെറും കൽപ്പനകൾ മാത്രമാണ്. അങ്ങനെ വാദിക്കുന്നത് അതിക്രമമാണ്, ദുൽമാണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അങ്ങനെ ദുൽമ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം അള്ളാഹു തആല പിന്നീട് കൊടുത്തുകൊള്ളും. നോക്കൂ 119 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ലക്കും അല്ലാ തഅകുലു മിമ്മാ ദുക്ര ഇസ്മുല്ലാഹി അലൈഹി വഖദ് ഫസ്സല ലക്കും മാ ഹറംതും അലൈക്കും ഇല്ലാ മാ തുരിത്തും ഇലൈഹി വഇന്ന കസീറൻ ലയുളില്ലൂന ബിഅഹ്വാഇഹിം ബിഗൈരി ഇൽം ഇന്ന റബ്ബക ഹുവ അഅലമു ബിൽ മുഹ്തദീൻ. വമാ ലക്കും, നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്, അല്ലാ തഅകുലു തിന്നാതിരിക്കാൻ, മിമ്മാ ദുക്ര ഇസ്മുല്ലാഹി അലൈഹി, മിമ്മാ ദുക്ര ഇസ്മുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറുക്കപ്പെട്ടതിൽ നിന്ന് തിന്നാതിരിക്കാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? അവര് പറഞ്ഞു നിങ്ങൾ കേൾക്കണ്ട. വഖദ് ഫസ്സല ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ടല്ലോ, മാ ഹറമ അലൈക്കും, നിങ്ങൾക്ക് തിന്നാൻ പാടില്ലാത്തത് എന്താണ് എന്ന്, നിങ്ങൾക്ക് തിന്നാൻ പാടില്ലാത്ത നിഷിദ്ധമാക്കപ്പെട്ടത് എന്തൊക്കെയാണെന്ന് അള്ളാഹു കൃത്യമായി വിവരിച്ചു തന്നിരിക്കെ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അർത്ഥത്തിൽ നിന്ന് തിന്നാതിരിക്കാൻ നിങ്ങൾക്ക് എന്തിനായാണുള്ളത്? ഏതൊക്കെ തിന്നരുത് എന്ന് കൃത്യ റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞതില്ലല്ലോ, പിന്നെന്താ നിങ്ങൾക്ക് തിന്നാൽ? ഇല്ലാ മാ തുരിത്തും ഇലൈഹി, നിർബന്ധമായ ഘട്ടങ്ങളിൽ ഒഴികെ നിങ്ങൾ ഏതൊന്നിലേക്ക് നിർബന്ധിതരായിത്തീരുന്നു അതൊഴിച്ചു എന്ന് പറഞ്ഞാൽ തിന്നാൻ നിങ്ങൾ നിർബന്ധിതരായിത്തീരുന്നതൊഴികെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിഷിദ്ധമെന്ന് അല്ലാഹു തആല കൃത്യമായി വിവരിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഈ പറയപ്പെട്ടതില്ല, റബ്ബിന്റെ പേര് പറഞ്ഞർത്തതില്ല, അതുകൊണ്ട് തിന്നായിരിക്കുന്ന ഒരു ന്യായമില്ല. ഇല്ലാ മാ തുരിത്തും ഇലൈഹി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശദീകരിക്കാൻ മനസ്സിലാവും. വഇന്ന കസീറൻ ലയുളില്ലൂന ബിഅഹ്വാഇഹിം ബിഗൈരി ഇൽം, വഇന്ന കസീറൻ, നിശ്ചയം അധിക ആളുകളും, ലയുളില്ലൂന, അവർ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു, ആളുകളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു, ബിഅഹ്വാഇഹിം, അവരുടെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച്, ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാതെ, ഒരറിവുമില്ലാതെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആളുകളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആളുകളൊക്കെ. ബഹുഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ്. ഇന്ന റബ്ബക, നിശ്ചയമായും നിങ്ങളുടെ റബ്ബ്, ഹുവ അഅലമു, അവൻ ഏറ്റവും അറിയുന്നവനാണ്, ബിൽ മുഅ്തദീൻ, ഇത്തരം അതിക്രമങ്ങൾ നടത്തുന്ന ആളുകളെ. ഒന്നും അറിയാതെ, ഒരു ന്യായമോ തെളിവോ ഇല്ലാതെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആളുകളെ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകൾ, ഇവരുടെ ഈ തർക്കങ്ങൾ കേട്ട് മുസ്ലിങ്ങൾ വഞ്ചിതരാവരുത്. അങ്ങനെ അവർ നിങ്ങളെ വഴിക്ക് വരുന്നതിൽ പ്രതീക്ഷയും നിങ്ങൾക്ക് വേണ്ട എന്നുകൂടെ അല്ലാഹു തആല ഈ ആയത്തിന്റെ ഉള്ളിൽ കൂടെ പറയുന്നുണ്ട്. മുസ്ലിങ്ങളോടെ ഇവർ നിങ്ങളെ പാട്ടിന് വരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും ഇല്ലാ മാ തുരിത്തും ഇലൈഹി, നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടത് ഏതാണ് എന്ന് നിങ്ങൾക്ക് റബ്ബ് വിശദീകരിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏതൊക്കെയാണ് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. മൈത്തത്ത്, ശവം, ചത്തത്, അല്ലെ, പന്നിമാംസം, അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറക്കപ്പെട്ടത്, ഇതാണ് അവിടെ ഉദ്ദേശിച്ചത്. വേറെ പല സ്ഥലങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട്. ഈ സൂറയിൽ തന്നെ 145 ആയത്തിൽ താഴെ ഇത് വരുന്നുമുണ്ട്. ഇല്ലാ മാ തുരിത്തും ഇലൈഹി, നിർബന്ധിതമായ അവസ്ഥയിൽ ഈ നാലും ഭക്ഷിക്കുന്നതിന് വിരോധമില്ല എന്നും പലയിടത്തും കുറച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെ. കുടുങ്ങുന്ന സമയത്ത് അതല്ലാതെ വേറെ വഴിയില്ല, വിശന്നിട്ട് മരിക്കാൻ പോവുകയാണ്, അപ്പോൾ ആ ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ളത് മാത്രം ആ നിർബന്ധിത ഘട്ടത്തിൽ ഈ ഹറാമായ നിഷിദ്ധമായ ഭക്ഷണത്തിന് കഴിക്കാമെന്ന് റബ്ബ് പറഞ്ഞിട്ടുമുണ്ട്. ഇന്ന റബ്ബക ഹുവ അഅലമു ബിൽ മുഅ്തദീൻ, സന്മാർഗി ആരാണ്, ദുർമാർഗി ആരാണ്, അതിക്രമി ആരാണ്, ഇതൊക്കെ റബ്ബിനറിയാം. ഇതിനനുസരിച്ച് അവർക്ക് ഇതിന്റെ പ്രതിഫലം നൽകുകയും ചെയ്യും. ഇപ്പൊ തിന്നാൻ പാടില്ലാത്തതിനെ കുറിച്ചെല്ലാം റബ്ബ് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് 119 ആയത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഹദീസുകളിലും ഇത് സംബന്ധമായി പല വിശദീകരണങ്ങളും ഉണ്ട്, ഏതൊക്കെയാണ് തിന്നാൻ പാടില്ലാത്തത്. ഈ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര വിശാരദന്മാർ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഇത്തരം വിഷയങ്ങൾ, തിന്നാൻ പാടില്ലാത്തത് പാടുള്ളതും ഒക്കെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കണം. ചെറുതായി ഇവിടെ നിന്ന് നമുക്ക് സൂചിപ്പിക്കാം സാന്ദർഭികമായി. ശരീഅത്ത് നിരോധിക്കാത്ത, നിഷിദ്ധമാക്കാത്ത എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോ പുലി, ചെന്നായ, ആന, നായ, പൂച്ച, കരടി, പന്നി, ഇങ്ങനെ ദംഷ്ട്രകൾ കൊണ്ട്, തേറ്റ കൊണ്ട് ശക്തി ഉപയോഗിക്കുന്ന കാട്ടുമൃഗങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല.
അതുപോലെ തന്നെ പക്ഷികളുടെ കൂട്ടത്തിൽ ശക്തമായ നഖങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ച് നഖങ്ങൾ കൊണ്ട് വേട്ടയാടുന്നവ, ഉദാഹരണമായി പരുന്ത്, പ്രാപ്പിടിയൻ, പിന്നെ എറളാടി എന്നൊക്കെ പറയില്ലേ, രാജകിളി, ഇങ്ങനത്തെ പക്ഷികളൊന്നും തിന്നാൻ പാടില്ല. അതേപോലെ തന്നെ വിഷം, കല്ല്, മണ്ണ് ഇത് തിന്നാൻ പാടില്ല. ആപത്ത് വിളിച്ചു വരുത്തുന്നതാണത്. തിന്നാൽ മത്തുണ്ടാക്കുന്ന ആ സാധനം കൂടുതൽ ഉപയോഗിക്കുന്നതും, ലഹരി ഉണ്ടാക്കുന്ന പാനീയങ്ങൾ ഒരു തുള്ളി പോലും ആണെങ്കിലും കുടിക്കാനും പാടില്ല. ലഹരി സാധനങ്ങൾ പോലെയുള്ള ഈ പിന്നെ കഞ്ചാവ് പോലെയുള്ള അദീനൊക്കെ പോലെയുള്ള ഹറാമാണ്. ഇന്നിപ്പോ അതിന് വേറെന്തൊക്കെയോ ചില പേരുകളുള്ള പല ടൈപ്പും ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഗണത്തിൽ തന്നെയാണ് കൂടെ. ഇതേ പിന്നെ ഗണത്തിലാണെങ്കിൽ അത് തിന്നാൻ പാടില്ല. പിന്നെ തിന്നാൻ പാടുള്ളത് എന്തൊക്കെയാണ്? ആട്, പശു, ഒട്ടകം, കുതിര, കാട്ടുകഴുത, കാട്ടുപശു, മാൻ, കലമാൻ, മുയൽ, കൂരൻ, ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ കഴിക്കാം. അതേപോലെ കോഴി, പ്രാവ്, കാട, കൂരിയാറ്റ തുടങ്ങിയ പക്ഷികളൊക്കെ തിന്നാം. തവള, പാമ്പ്, മുതല, ആമ, ഞെരിഞ്ഞി തുടങ്ങി കരയിലും കടലിലും ജീവിക്കുന്ന ഐറ്റംസിനെ കഴിക്കാൻ പാടില്ല. കരയിലും കടലിലും ജീവിക്കുന്ന ഞണ്ടിന്റെ വിധിയും അതുതന്നെയാണ്. പക്ഷേ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ഞണ്ട് തിന്നാവുന്നതാണ്. പിന്നെ മത്സ്യങ്ങൾ, അതേപോലെ സ്രാവ്, എരിന്ത്, പിന്നെ ഉരുണ്ട കക്കാല, ഇതൊക്കെ നമുക്ക് തിന്നാവുന്നതാണ്. അതേപോലെ തന്നെ കരള്, അകത്തിറച്ചി, ഈ രണ്ടു തരം രക്തവും, അതേപോലെ മത്സ്യം, വെട്ടുകിളി എന്നീ രണ്ട് ജീവികളുടെ ശവവും അനുവദിക്കപ്പെട്ടതാണ്. അത് മൈത്തത്താണെങ്കിൽ കൂടെ അത് തിന്നാവുന്നതാണ്. പിന്നെ എല്ലാ മൗത്തുരത്തും വിലയിൽ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധിത സാഹചര്യങ്ങളിൽ കഠിനമായ വിശപ്പാണ്, വേറൊന്നും കിട്ടാല്ല, വിശന്ന് മരിക്കുന്നതിന് പേടിയുണ്ടെങ്കിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ അത്ര അളവ് നിഷിദ്ധമായവയിൽ നിന്ന് പോലും കഴിക്കാവുന്നതാണ്. അതിനപ്പുറം പാടില്ല. ഇനി നമ്മൾ 120-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹു അനുവദിച്ചത് നിഷിദ്ധമാക്കുകയും അള്ളാഹു നിഷിദ്ധമാക്കിയത് അനുവദിക്കുകയും ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് മുമ്പ് പറഞ്ഞത്. അത് അതിക്രമമാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള പരസ്യവും രഹസ്യവുമായ എല്ലാ കുറ്റങ്ങളും നിങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഇനി അള്ളാഹു തആല പറയുന്നത്. ഏതു തരത്തിലുള്ള പാപമായാലും അള്ളാഹു അതിന് തക്ക പ്രതിഫലം നൽകും. ശരിയായ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അത് പുറത്തു തരികയും ചെയ്യും. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദറൂ ളാഹിറൽ ഇസ്മി വബാതിന ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ സയുജ്സൗന ബിമാ കാനൂ യഖ്തരിഫൂൻ. വദറൂ, നിങ്ങൾ ഒഴിവാക്കണേ, നിങ്ങൾ ഉപേക്ഷിക്കണേ, ളാഹിറൽ ഇസ്മി വബാതിനഹു, കുറ്റങ്ങളിൽ നിന്ന് പ്രത്യക്ഷവും പരോക്ഷവുമായവ എന്ന് പറഞ്ഞാൽ പരസ്യവും രഹസ്യവുമായ എല്ലാ കുറ്റങ്ങളും നിങ്ങൾ ഒഴിവാക്കണം. ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ, നിശ്ചയമായും കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് സയുജ്സൗന, അവർക്ക് പ്രതിഫലമായി നൽകപ്പെടും. ബിമാ കാനൂ യഖ്തരിഫൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്നതിനുള്ള പ്രതിഫലം അവർക്ക് പിന്നീട് നൽകപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് തൗബ ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ പിന്നീട് നൽകപ്പെടും. സയുജ്സൗന, അവർക്ക് അതിന് പ്രതിഫലം നൽകപ്പെടും. ബിമാ കാനൂ യഖ്തരിഫൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള പ്രതിഫലം പിന്നീട് നൽകപ്പെടും. അള്ളാഹു അനുവദിച്ചത് നിഷിദ്ധമാക്കുക, റബ്ബ് നിഷിദ്ധമാക്കിയത് അനുവദിക്കുക, ഇതൊക്കെ തെറ്റാണ്. അതേപോലെ തന്നെ എന്തൊക്കെ രഹസ്യവും പരസ്യവുമായ തെറ്റുകളുണ്ടോ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം, വിട്ടു നിൽക്കണം. ഇതിന് പല തഫ്സീറുകളുമുണ്ട്. ളാഹിറൽ ഇസ്മി വബാതിനഹു എന്നതിന് ആരും കാണാതെ രഹസ്യമായി ചെയ്യുന്നത്, മറ്റുള്ളവർ കാണുക പരസ്യമായി ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഉദ്ദേശം എന്ന് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മുഫസ്സിറാണ്, അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുറ്റം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഇസ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് എന്താണ് തെറ്റ് എന്ന് ചോദിച്ചു. അതിന് മറുപടി എന്താണെന്നറിയോ? വലിസ്മു മാ ഹാക ഫീ സ്വദരിക വകരിത യത്ലി അലൈഹി നാസ്, മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന, ജനങ്ങൾ അത് അറിയുന്നതിൽ നിനക്ക് അനിഷ്ടം തോന്നുന്ന കാര്യം, അതാണ് തെറ്റെന്ന് പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ അത് ചെയ്താൽ ഒരു അസ്വസ്ഥത ഉണ്ടാവും. നമ്മൾ ആ ചെയ്യുന്നത് ആളുകൾ കാണുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നുമില്ല. അത്തരം വിഷയങ്ങളൊക്കെ തെറ്റിന്റെ പരിധിയിൽപ്പെടും. അത് വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കും. അവർ രഹസ്യവും പരസ്യവുമായ തെറ്റുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. കാരണം ഞാനെല്ലാം കാണുന്ന ആളാണ്, ഞാനെല്ലാം കാണും. ഭൂമിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പല ആളുകളെയും കണ്ണു വെട്ടിച്ചിട്ട് തെറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കാം.
പോലീസിന്റെ കണ്ണുവെട്ടിച്ചേക്കാം, ഭരണാധികാരികൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണുവെട്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. പക്ഷെ ഞാൻ കാണാത്ത അറിയാത്ത സ്ഥലം ഒരിടവും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഉമ്മാന്റെ വാപ്പാന്റെ ഉസ്താദുമാരുടെ നാട്ടുകാരുടെ കണ്ണ് വെട്ടിച്ചിട്ട് പല തെറ്റുകളും ചെയ്യാൻ കഴിഞ്ഞാക്കും. പക്ഷേ എന്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും മാറി നിൽക്കണം. വാതിലടച്ച് റൂമിൽ കയറി വാതിലടച്ച് കുത്തിയിട്ടിട്ട് മൊബൈലിൽ വേണ്ടാത്തരം കാണുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്താൽ ആരും കാണില്ല എന്ന് വിചാരിക്കണം. റബ്ബ് കാണുന്നുണ്ടല്ലോ. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ, ചെയ്തുപോയ തെറ്റുകൾ മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 122-ാമത്തെ ആയത്ത് നോക്കൂ. അള്ളാഹുവിന്റെ നാമം ചൊല്ലി അറുക്കാത്തത് തിന്നരുത് എന്ന് ഇനി വ്യക്തമായി പറയുകയാണ്. അതിൽ ചത്തതും കൊടും, അള്ളാഹു അല്ലാത്തവരുടെ നാമം ചൊല്ലി അറുത്തതും കൊടുക്കും എന്നാ പറഞ്ഞു. ഇത് രണ്ടും നിഷിദ്ധമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും സൂറത്തുൽ ബഖറയിലെ 173, 5-ാം അധ്യായത്തിലെ 3-ൽ, 6-ാം അധ്യായത്തിലെ 145-ൽ, 16-ാം അധ്യായത്തിലെ 115-ൽ ഒക്കെ അള്ളാഹു തആല ഈ വിഷയം കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുസ്ലിങ്ങളുമായി തർക്കിക്കാൻ മുശ്രിക്കീങ്ങളെ ഉപദേശിക്കുന്ന ചില പിശാചുക്കളുണ്ട്. അവരുടെ കൂട്ടത്തിലെ നേതാക്കളെ ഈ പിശാചുക്കൾ ഉപദേശിക്കും. ആ കൂട്ടത്തിൽ മനുഷ്യരിലും ജിന്നുകളിൽപ്പെട്ട പിശാചുക്കൾ കിട്ടും. ഈ ഒരു വിഷയത്തിൽ മുസ്ലിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി പിശാചുക്കൾ എന്താവും ഇങ്ങനെ പിരികയറ്റണ സ്വഭാവക്കാരായിട്ട് ചില പിശാചുക്കളുണ്ട്. മുശ്രിക്കീങ്ങളെ ഉപദേശിക്കുന്ന പിശാചുക്കൾ നിങ്ങൾ വെറുതെ തർക്കിച്ചോളിന്നും പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അള്ളാഹു കൊന്നത് ശവം തിന്നണ്ട, നിങ്ങൾ കൊന്നത് അതായത് അർത്ഥത് തിന്നാം, ഇതൊക്കെ പറയാം. ഞാനത് തർക്കിച്ചില്ല. അതൊക്കെ പിശാചിന്റെ പ്രബോധനങ്ങൾ വഴിയാണ്. ഇതൊന്നും എന്താണ് പറയാ, ഇങ്ങനെ പിശാചുക്കളുടെ ഉപദേശം കേട്ട് അതിനനുസരിച്ച് തുള്ളുന്ന ആളുകൾ പറയുന്നതും നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ അനുസരിക്കുകയും വേണ്ട. അവരനുസരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവർ പറയുന്നത് കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് പോലെ ശവം തിന്നാൻ പാടില്ലെന്ന് അള്ളാഹു പറഞ്ഞ് ഹറാമാക്കിയതിനെ നിങ്ങൾ ഹലാലാക്കണ്ടെന്നർത്ഥം. കാരണം അത് ശിർക്കാണ്. അള്ളാഹു ഹറാമാക്കിയൊരു സംഗതി ഹലാലാക്കുക എന്ന് പറയുന്നത് അത് ശിർക്കാണ്. എങ്ങനെയാണ് ശിർക്കാവുന്നത്? അള്ളാഹു അനുവദിച്ചത് നിഷിദ്ധമാക്കുകയോ അവൻ ഹറാമാക്കിയത് ഹലാലാക്കുകയോ ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിന് ആ തീരുമാനത്തിൽ പങ്കുകാരം ഉണ്ടാക്കിയവനാണല്ലോ. അതുകൊണ്ടാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. മഹാന്മാരാ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റബ്ബുണ്ടാക്കിയ തീരുമാനത്തിൽ പങ്കുകാരം ഉണ്ടാക്കി. ഞാൻ അള്ളാഹ് അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ പാടില്ല. ആയത്ത് നോക്കാം. 121-ാമത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഅകുലു മിമ്മാ ലം യുസ്കർ ഇസ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്ഖ് വഇന്ന الشയാതീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂകും വഇൻ അതഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ. വലാ തഅകുലു, നിങ്ങൾ കഴിക്കരുത്, മിമ്മാ ലം യുസ്കർ ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ കഴിക്കുകയേ ചെയ്യരുത്. കുറച്ച് ഗൗരവത്തോടെ ഈ വിഷയം വീണ്ടും ആവർത്തിക്കാൻ കഴിഞ്ഞ പേജിൽ അവസാനം നമ്മൾ ഈ വിഷയം പറഞ്ഞിരുന്നു. കാരണം മുശ്രിക്കീങ്ങളുടെ തർക്കം അത്രമാത്രം രൂക്ഷമായിരുന്നു. നിങ്ങൾ അങ്ങനെ കഴിക്കരുത്. കാരണം ഇന്നഹു ലഫിസ്ഖുൻ, നിശ്ചയം അത് അധർമ്മം തന്നെയാണ്. ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ അത് അധർമ്മം തന്നെയാണ്. വഇന്ന ശയാതീന, ചില പിശാചുക്കൾ, ലയൂഹൂന, അവർ ദുർബോധനം നൽകുന്നുണ്ട്, ദുർബോധനം നൽകുക തന്നെ ചെയ്യുന്നുണ്ട്, ഇലാ ഔലിയാഇഹിം, അവരുടെ മിത്രങ്ങൾക്ക്. എന്തിനാണ് ദുർബോധനം നൽകുന്നത്? ലിയുജാദിലൂകും, അവർ നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി പിശാചുക്കൾ അവരുടെ മിത്രങ്ങൾക്ക് ദുർബോധനം നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ അംഗീകരിക്കരുത്, അതിൽ വശംബദരാവരുത്, അതിൽ വീണു പോകരുത്. അങ്ങനെ വീണു പോയാൽ വൈനത്താഴ്ത്തുമൂഹും, നിങ്ങൾ അവരെ അംഗീകരിക്കുകയാണെങ്കിൽ, ഇങ്ങനെ നിങ്ങളോട് തർക്കിക്കുന്ന ആ നേതാക്കളെ നിങ്ങൾ അംഗീകരിക്കണം. പിശാചിന്റെ ഉപദേശം കേട്ട് നിങ്ങളോട് തർക്കിക്കാൻ വരുന്ന മുശ്രിക്കീങ്ങളെ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഇന്നക്കും ലമുശ്രികൂൻ, നിങ്ങളും അള്ളാഹുവിനോട് പങ്കു ചേർത്തവർ തന്നെയായി മാറും, നിങ്ങളും മുശ്രിക്കുകളായി മാറും. ഇവിടെ വലാ തഅകുലു മിമ്മാ ലം യുസ്കർ ഇസ്മുല്ലാഹി അലൈഹി, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞ് അറുക്കുക എന്ന് പറഞ്ഞതിൽ നേർച്ചയാക്കപ്പെട്ട ജീവികളും അല്ലാത്ത ജീവികളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നേർച്ചയാക്കപ്പെട്ട ജീവികളാണെങ്കിലും ശരി, അറുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പേരല്ലാത്തത് പറഞ്ഞാണ് അറുത്തതെങ്കിൽ അതൊന്നും നാം പാടില്ല. അള്ളാഹു ഭക്ഷിക്കാൻ അനുവദിച്ച ഒരു ജീവിയെ മഹാത്മാക്കളുടെ പരലോക ഗുണത്തിന് വേണ്ടി ധർമ്മം ചെയ്യാൻ നേർച്ചയാക്കിയിട്ട് അങ്ങനെ നേർച്ചയാക്കട്ടെ, അതിനൊരു കുഴപ്പമില്ല. പരിശുദ്ധീൻ അനുവദിച്ച സംഗതിയാണ്, പരിശുദ്ധീൻ അനുവദിച്ച സംഗതിയാണത്. അങ്ങനെ ഒരാൾ മഹാത്മാക്കളുടെ പരലോക ഗുണത്തിനു വേണ്ടി ധർമ്മം ചെയ്യാൻ അള്ളാഹു അനുവദിച്ച ഒരു ജീവിയെ അങ്ങനെ നേർച്ചയാക്കി, ഭക്ഷിക്കാൻ അനുവദിച്ച ഒരു ജീവിയെ നേർച്ചയാക്കിയിട്ട് ആ ജീവിയെ അള്ളാഹുവിന്റെ നാമം ചൊല്ലി അറുത്താൽ
അത് തിന്നതിന് ഒരു വിരോധവുമില്ല. അങ്ങനെ പാടില്ല, തിന്നാൻ പാടില്ല എന്ന് പറയുന്നതിന് ഒരു പ്രമാണവും ഇല്ല. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ശരീഅത്ത് ഭക്ഷിക്കാൻ അത് അനുവദിച്ച ജീവികളെ ഒരു മുസ്ലിമായ മനുഷ്യൻ അറുക്കുകയാണ്. അപ്പൊ ബിസ്മി ചൊല്ലാൻ മറന്നുപോയി, അല്ലെ ബിസ്മി ചൊല്ലാതെ അറുത്തു എന്നാ തിന്നാൻ പറ്റുമോ? അള്ളാഹുവിന്റെ പേര് പറയാതെ അറുത്തത് നിങ്ങൾ തിന്നരുതെന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞത് അല്ലേ? ഇവിടെ ഒരാൾ അറുക്കുകയാണ്, ഒരു മുസ്ലിമായ മനുഷ്യൻ അറുക്കുകയാണ്, അയാൾ ബിസ്മി ചൊല്ലിയില്ല, എന്നാലും തിന്നാൻ പറ്റുമോ? ഇവിടെ 3 അഭിപ്രായമുണ്ട്. മഹാന്മാരെ മുഫസ്സിരീങ്ങൾ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അടക്കമുള്ള ആളുകൾ. ഒന്ന്, ശ്രദ്ധിക്കാൻ 3 അഭിപ്രായം. ഒന്ന്, അത് നിഷിദ്ധമാണ്, തിന്നാൻ പാടില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹു അനുവദിച്ച ജീവികളെ ബിസ്മി ചൊല്ലാതെ അറുത്താൽ തിന്നാൻ പാടില്ല. ഈ പറഞ്ഞ 121-ാമത്തെ വാക്യവും അതേപോലെ ചില ഹദീസുകളുമാണ് അതിന് തെളിവായി പറയുന്നത്. ഇനി രണ്ടാമത്തെ അഭിപ്രായം, അത്തരത്തിലുള്ളൊരു ജീവി അറുക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ ഷർത്തില്ല, നിബന്ധനയല്ല, സുന്നത്ത് മാത്രമാണ്. അറുക്കുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നത് സുന്നത്ത് മാത്രമാണ്, എന്തല്ല, ഷർത്തല്ല. അതുകൊണ്ട് മനഃപൂർവമാകട്ടെ മറന്നാകട്ടെ ബിസ്മി ഒഴിവാക്കുന്നത് കൊണ്ട് അത് നിഷിദ്ധമാവുകയില്ല. അങ്ങനെ ബിസ്മി ഒഴിവാക്കിയാലും അതിനെ തിന്നാവുന്നതാണ്. ഇതാണ് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബ്. നമ്മുടെയൊക്കെ മദ്ഹബാണിത്. ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിം അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരഭിപ്രായവും ഇതാണ്. അപ്പൊ ഈ 121-ാം വാക്യം കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുത്തതാണ് എന്നാണ് ഇമാം ഷാഫി തങ്ങൾ പറയുക. അല്ലാതെ അള്ളാഹുവിന്റെ പേര് പറയാതെ അറുത്തതിനെ ഉദ്ദേശിച്ചല്ല. പേര് പറയാൻ വിട്ടുപോയതാണ്. പേര് പറയാൻ ഷർത്തല്ല, സുന്നത്തേ ഉള്ളൂ. അപ്പൊ വിട്ടുപോയാലും കഴിക്കാം. ഭക്ഷിക്കാൻ പാടില്ല എന്നു ഈ സൂറത്തിലെ 145-ാമത്തെ ആയത്തിൽ ഇനി അള്ളാഹു വിവരിക്കുന്ന ചില ഐറ്റംസ് ഉണ്ട്. അവിടെ അള്ളാഹു അല്ലാത്തവരുടെ നാമം ചൊല്ലിക്കൊണ്ട് അറുത്തതിനാണ് ഫിസ്ക് എന്ന് പ്രയോഗിച്ചത്, മത അതിക്രമം അല്ലെങ്കിൽ നിയമവിരുദ്ധം എന്ന് പ്രയോഗിച്ചത്. ആ വാക്ക് തന്നെ ഇവിടെയും അള്ളാഹു ഉപയോഗിച്ചു, ഇന്നഹു ഫിസ്കുൻ. അപ്പൊ അതുകൊണ്ട് അതേ വാക്ക് തന്നെ ഇവിടെയും ഉപയോഗിച്ചത് കൊണ്ട് അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ച് അറുത്തത് എന്ന വ്യാഖ്യാനമാണ് അതിനോട് യോജിക്കുന്നത്. അല്ലാതെ എന്തല്ല, അള്ളാഹുവിന്റെ പേര് പറയാതെ അർത്ഥം ഉദ്ദേശിച്ചല്ല. അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞു ഉച്ചരിച്ചതാണ്, അത് തിന്നാൻ പാടില്ല. അള്ളാഹുവിന്റെ പേര് പറയാതെ റബ്ബിന്റെ പേര് പറയാൻ വിട്ടുപോയി അറുത്തത് അത് ഭക്ഷിക്കാവുന്നതാണ്. കാരണം അത് അള്ളാഹുവിന്റെ പേര് പറയുക എന്ന നിബന്ധനയുള്ള സുന്നത്തയുള്ളൂ. ഇതാണ് ഇമാം ഷാഫിയുടെ മദ്ഹബ്. ഇനി 3-ാമത്തെ അഭിപ്രായം, ആ ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ട ജീവിയെ അറുക്കണ സമയത്ത് ബിസ്മി മറന്നുകൊണ്ടാണ് ഒഴിവാക്കിയതെങ്കിൽ, ബിസ്മി ഇതെല്ലാം മറന്നു അറുക്കണ സമയത്ത്, അങ്ങനെയാണെങ്കിൽ വിരോധമില്ല. മനഃപൂർവ്വമാണ് ബിസ്മി ഒഴിവാക്കിയതെങ്കിൽ അതിന് തിന്നാൻ പാടില്ല. ഇതാണ് ഹനഫി മദ്ഹബ്, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ മദ്ഹബ്. ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇവരുടെ മദ്ഹബിൽ നിന്ന് ഏറ്റവും പ്രസിദ്ധമായ അഭിപ്രായം ഇത് തന്നെയാണ്. അപ്പോ ഈ 3 അഭിപ്രായം മനസ്സിലായല്ലോ. ശരി. വഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂകും, നിങ്ങളോട് തർക്കം നടത്താൻ വേണ്ടി പിശാചുക്കൾ അവരുടെ മിത്രങ്ങളോട് സ്വകാര്യമായി ദുർബോധനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളെ തർക്കിക്കാൻ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. അടിസ്ഥാനപരമായി നമ്മളത് മനസ്സിലാക്കണം. നമ്മളൊക്കെ പല കാര്യങ്ങളിലും അനാവശ്യമായി തർക്കിക്കുന്ന ആളുകളാണ്. ആ തർക്കത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. നമ്മൾ അതിന് വശംവദരാവരുത്. ചില ആൾക്കാരൊക്കെ അങ്ങനെ എപ്പോഴും തർക്കം വെക്കാനായിട്ട് നടക്കുന്ന എത്ര ആളുകളുണ്ട്. പിശാചിന് വലിയ ഇഷ്ടമാണ്. എന്താണ് കാരണം? എന്താ? അങ്ങനെ തർക്കിച്ച് അവസാനം ആ തർക്കം മൂക്കും, പിന്നെ തമ്മിൽ തെറ്റും, ശത്രുതയായി, വിദ്വേഷമായി, പിണക്കമായി, മിണ്ടാട്ടമില്ല. അങ്ങനെ 2 മുഅ്മിനീങ്ങളാ സഹോദരന്മാർ തമ്മിൽ പിണങ്ങി മിണ്ടാട്ടമില്ലാതെ ആയാലോ പിന്നെ അവർ നേരായത് വരെ അവരെ അമലുകളൊന്നും പുറത്തൊന്നും സ്വീകരിക്കൂല. അങ്ങനെ ഹദീസില്ലേ? 2 മനുഷ്യന്മാരെന്നൊരു കൂടുതൽ സമയം തെറ്റിനെന്നല്ല, അനുവദിക്കപ്പെട്ട സമയത്തിനപ്പുറം പെട്ടെന്ന് 3 ദിവസത്തിനുള്ള സുൽഹാകണമെന്നാണ്. അതിനപ്പുറം അത് നീണ്ടുപോയാൽ പിന്നെ അവർ ചെയ്യുന്ന അമലുകൾ പുറത്തും സ്വീകരിക്കില്ല. ആദ്യം നിങ്ങൾ രണ്ടാളും തമ്മിൽ ശരിയാവുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾ അമൽ സ്വീകരിക്കാമെന്നാ പറയാം, അല്ലേ? നിസ്കാരങ്ങളൊക്കെ തലയുടെ മീതെ വെച്ചാണ് പോലും മുന്നോട്ട് പോകാത്ത ആളുകളെ എണ്ണിയ കൂട്ടത്തിൽ അഖവാനി മുത്തസാരിമാനി എന്ന ഹദീസിലുണ്ട്. ഔ അഖവാനി മുത്തസാരിമാനി, പരസ്പരം ശത്രുതയുള്ള, പരസ്പരം പിണങ്ങി നിൽക്കുന്ന 2 സഹോദരന്മാർ. നമ്മൾ റമളാനൊക്കെ വരുന്നതിന് പ്രത്യേകം ഈ വിഷയം എല്ലാവരോടും പറയുന്നത് അതുകൊണ്ടാണ്. പരസ്പരം പിണക്കമോ വിദ്വേഷമോ ശത്രുതയിൽ മാറ്റണം, എങ്കിലേ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കുള്ളൂ. ആ റമളാൻ വരെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യന്റെ ഇസ്തിഗ്ഫാർ പോലും പുറത്തും സ്വീകരിക്കില്ല എന്നാണ് ഇത്തരം ആളുകളുടെ.
കാരണം അവർ തമ്മിൽ തെറ്റിപ്പണങ്ങി എന്നിട്ട് അള്ളാഹിനോട് പറയാം, പരസ്പരം എനിക്ക് പുറത്തു വരണേന്ന്. ആദ്യം റബ്ബ് പറയും, നിങ്ങൾ തമ്മിൽ പരസ്പരം പൊരുത്തപ്പെട്ട് കൊടുത്തിട്ട് സുൽഹാക്കിയത്, എന്നിട്ട് എന്നോട് നിങ്ങൾ പൊറുക്കലിത്തോടൂ. എല്ലാത്തരം ആളുകൾക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഹദീസിലുണ്ട്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. അന്ന് എല്ലാവർക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കും. മുശ്രിക്കല്ലാത്ത, പിണങ്ങി നിൽക്കുന്നവരല്ലാത്ത എല്ലാ ആളുകൾക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കും. പിണങ്ങി നിൽക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു തആല പറയുമത്രേ, ഈ രണ്ട് കൂട്ടം, ഈ രണ്ടാളുകൾ അവരാദ്യം നന്നാകുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുമെന്നാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ പിശാചിന് വലിയ താല്പര്യം. അതുകൊണ്ട് നമ്മളങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കും, തർക്കിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളതിന് വശംവദരാകരുത്. വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. വിവരമില്ലാത്ത ആളുകൾ വല്ലതും പറയുകയാണെങ്കിൽ എതിർത്ത് പറയാനും പോണ്ട, അതിനെ എതിർത്ത് പോസ്റ്റാനും പോണ്ട, ഒന്നും വേണ്ട. വിവരമില്ലാത്ത ആളുകളിൽ എന്ത് കരുതി അത് അവഗണിക്കുക. വൈദാ ഖാതമഹുൽ ജാഹിലൂന ഖാലൂ സലാമ. സൂറത്തുൽ ഫുർഖാനിൽ 63-ാമത്തെ ആയത്തിന് മുക്ക് മാത്രമേ. വൈദാ ഖാതബഹുൽ ജാഹിലൂൻ, വിവരമില്ലാത്ത ആളുകൾ അവരോടൊക്കെ പറഞ്ഞാൽ ഖാലൂ സലാമ, അവരവൻ സലാം പറഞ്ഞിട്ട് പോലും ഞാൻ തർക്കിക്കല്ല അവിടെ പോലും. ഈ നയം നമ്മൾ സ്വീകരിച്ചാൽ എത്ര സുഖം ഉണ്ടാവും. ചില ആളുകൾക്ക് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അവരുടെ ആ മുറാദ് നമ്മളായിട്ട് ഹാസിലാക്കി കൊടുക്കാതിരുന്നാൽ മതിയും. കാരണം നമ്മൾ അതിൽ മെനക്കെടുകയോ അല്ലെങ്കിൽ അതിന് പ്രതികരിക്കുകയോ അത് ഷെയർ ചെയ്യുകയോ അങ്ങോട്ട് തർക്കിക്കാൻ പോകുന്നുമല്ല. വിവരമില്ലാത്ത ആളാണെന്ന് കരുതി പോവാം. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ വിവരമില്ലായ്മ നീക്കാൻ കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കുക. നമുക്ക് ആളുകളെ തരം തൂക്കി നിശ്ചയിക്കാമല്ലോ. അവരെ നിലപാടുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഇയാൾക്ക് പറഞ്ഞു കൊടുത്താൽ തിരുത്തോ ഇല്ലെന്നൊക്കെ. അങ്ങനത്തെ ആളുകളോട് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യാം. 122-ാമത്തെ ആയത്തിൽ കടക്കുകയാണ് നമ്മൾ. ചത്തതിനെ ഭക്ഷിക്കരുത് എന്ന് പറയുന്നത് സത്യവിശ്വാസികളോട് അവിശ്വാസികൾ തർക്കിക്കുമെന്നും അവർക്ക് വഴിപ്പെടരുതും എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി സത്യവിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കുകയും. ഒന്ന് ആലോചിച്ച് നോക്കും. മനുഷ്യരെല്ലാവരും വഴിതെറ്റി ജീവിച്ചിരുന്ന ഒരു ഘട്ടം. അവര് ശരിയായ ഒരു ജീവസോ അല്ലെങ്കിൽ ഒരു അന്തസ്സോ ചൈതന്യമോ ഇല്ലാതെ ശവതുല്യരായി ജീവിച്ചിരുന്നത് നമുക്ക് പറയാം. അതായത് അന്ധവിശ്വാസങ്ങളിൽ മുഴുകി, ദുരാചാരങ്ങളിൽ മുഴുകി, ഹൃദയവികാസമില്ലാതെ, ആത്മീയ ബോധമില്ലാതെ നശിച്ചുപോയി ജീവച്ഛവമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. അപ്പോ ആ പരിശുദ്ധ ഖുർആനിന്റെ പ്രകാശം ഉൾക്കൊണ്ട് ഒരു വിഭാഗം ആളുകളുടെ ഹൃദയങ്ങൾ സജീവമായി ശോഭയുള്ളതായി. അങ്ങനെ ആ ഖുർആനിന്റെ പ്രകാശം ലഭിച്ചതുകൊണ്ട് അവർ നിർഭയരായി ജീവിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് സത്യവിശ്വാസികൾ. വേറൊരു വിഭാഗം ആ ഖുർആനിന്റെ വെളിച്ചം നേടാൻ ശ്രമിച്ചില്ല. അവർ പഴയപടി അന്ധവിശ്വാസങ്ങളിലും ദുരാചാരങ്ങളിലും ഇരുട്ടുകളിലും തന്നെ കഴിഞ്ഞുകൂടി അതിലങ്ങനെ വട്ടം കറങ്ങാനാണ് തീരുമാനിച്ചത്. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന വിശ്വാസം പ്രവൃത്തിയും തന്നെയാണ് നല്ലതെന്ന് അവർക്ക് തോന്നി. ഈ രണ്ട് വിഭാഗം ആളുകൾ എങ്ങനെയാണ് സമന്മാരാവുക? ഇവരും അവരും ഒരുപോലെയാണോ? അല്ലല്ലോ. രണ്ടു കൂട്ടരും ഒരുപോലെയാവുന്നത് അസംഭവ്യമാണ് എന്നാണ് അല്ലാഹു തആല 122-ൽ പറയുന്നത്. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മസലഹു ഫി ളുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ കദാലിക സുയ്യന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ. അവമൻ കാന മൈതൻ, നിർജീവനായി കഴിയുകയും ജീവച്ഛവമായി കഴിയുകയും ശവമായി കഴിയുകയും എന്നിട്ട് ഫഅഹ്യൈനാഹു, നമ്മൾ അവനെ പിന്നീട് ജീവിപ്പിക്കുകയും ജീവൻ നൽകുകയും വജഅൽനാ ലഹു, അവന് നാം സംവിധാനിച്ചു കൊടുക്കുകയും ചെയ്തു നൂറൻ, ഒരു പ്രകാശം, യംശി ബിഹി, ആ പ്രകാശം കൊണ്ട് അയാൾ നടക്കുന്നു ഫിന്നാസ്, ജനങ്ങൾക്കിടയിൽ. നിർജീവനായി കഴിയുകയും എന്നിട്ട് നാം ജീവൻ നൽകുകയും ജീവിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ ശരിയായി നടക്കാൻ പറ്റുന്ന ഒരു വെളിച്ചം നാം നൽകുകയും ചെയ്തവൻ എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ ഖുർആൻ വരുന്നതിന് മുമ്പ് ആകെ ജീവച്ഛവമായി ജീവിച്ചു പോന്നിരുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു തആല ഖുർആൻ എന്ന പ്രകാശം കൊടുത്തിട്ട് അതനുസരിച്ച് നടക്കുന്ന തൗഫീഖ് കൊടുത്ത ആളുകൾ, അവർ കമൻ, ഒരാളെ പോലെയാണോ? മസലുഹു, അയാളുടെ ഉദാഹരണം എന്താണ്? ഫിദ്ദുലുമാതി, അയാൾ ഇരുട്ടുകളിൽ തന്നെയാണ്. ലൈസ ബിഖാരിജിൻ മിൻഹാ, അതിൽ നിന്ന് രക്ഷപ്പെടാനാകാത്ത വിധം അതിൽ നിന്ന് പുറത്തു കടക്കാതെ ആയി തന്നെയാണ്. അവക്ക് ഒരിക്കലും കരകയറാനാവാത്ത, രക്ഷപ്പെടാനാകാത്ത പലതരം ഇരുട്ടുകളിൽ ആപതിച്ചവനെ പോലെയാണോ ഇയാൾ? അല്ലല്ലോ. എല്ലാവർക്കും വ്യക്തமான സംഗതിയല്ലേ.
അവമങ്കാന മൈത്തൻ, അങ്ങനെ ഒരാൾ കമൻ ഇന്ന ആളെ പോലെയാണോ? അല്ല. കദാലിക സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ, കദാലിക ഇപ്രകാരം സുയ്യിന അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു, ലിൽ കാഫിരീന അവിശ്വാസികൾക്ക്, മാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരാ ഇരുട്ട് തന്നെ, അവർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്ന് അവർക്ക് ഇങ്ങനെ തോന്നുക. അവർ ചെയ്യുന്നത് മുഴുവൻ ഭംഗിയാക്കപ്പെട്ട് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക്. ആ ഒരു ബലത്തിന്മേൽ, ആ ഒരു ധാരണയിന്മേൽ അവർ ആ ദുലുമാത്തുകളിൽ രക്ഷപ്പെടാനാകാത്ത വിധം അതിൽ തന്നെ ഇങ്ങനെ കടന്നു കറങ്ങുകയാണ്. അതുപോലെയല്ല ഖുർആന്റെ വെളിച്ചം കിട്ടി സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾ. അന്ധവിശ്വാസം, സത്യനിഷേധം, ദുർമാർഗം തുടങ്ങി അങ്ങനെ ഒരുപാട് ഇരുട്ടുകൾ. ഈ ഇരുട്ടുകളെയാണ് അല്ലാഹു തആല അന്ധത, ബധിരത, നിർജീവത അല്ലെങ്കിൽ മരിച്ചതുപോലെ എന്നൊക്കെ ഉപമിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പലപ്പോഴും അങ്ങനെ ഉപമിച്ചിട്ടുണ്ട്. അതേസമയം സത്യവിശ്വാസം, കാര്യബോധം, സന്മാർഗം ഇതിനെയൊക്കെ വെളിച്ചം, കാഴ്ച, ജീവിതം തുടങ്ങിയവയോടും അല്ലാഹു ഉപമിക്കാറുണ്ട്. ഇത്തരം പ്രയോഗങ്ങൾ പലയിടത്തും കാണാം. അപ്പൊ ഇവിടെ മൈത്തൻ എന്ന് പറഞ്ഞാൽ ജീവനുണ്ട്, ശരിയായ മരണം നടന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. ജീവിക്കുന്നുണ്ട്, പക്ഷെ ജീവച്ഛവമായി ജീവിക്കാം. ഹൃദയത്തിന് വെളിച്ചമില്ലാതെ, ഹൃദയത്തിന് ജീവനില്ലാതെ എന്നർത്ഥം. ഈ രണ്ട് വിഭാഗത്തിന് ഇടയിലുള്ള അന്തരം, വ്യത്യാസം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഇങ്ങനെ ഉദാഹരിക്കുന്നത്. കാഴ്ച, അതുപോലെ അന്ധത. കാഴ്ച മുഅ്മിനീങ്ങളുടേത്, അന്ധത കാഫിരീങ്ങളുടെ. വെളിച്ചം മുഅ്മിനീങ്ങളുടേത്, ഇരുട്ട് കാഫിരീങ്ങളുടേത്. ജീവിതം മുഅ്മിനീങ്ങളുടേത്, ജീവിതമില്ലായ്മരെ ജീവച്ഛവമായി ജീവിക്കുക കാഫിരീങ്ങൾ. കദാലിക സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ. ഹൃദയം ദുഷിച്ച് തോന്നിവാസങ്ങൾക്ക് അടിപ്പെട്ട ആളുകൾക്ക് തങ്ങൾ ചെയ്യുന്നതെല്ലാം, തങ്ങൾ പറയുന്നതൊക്കെ അത് എത്ര മോശമായിരുന്നാലും ശരി, അത് നല്ലതായിട്ട് അവർക്ക് തോന്നും. അതിലൊരു അഭിമാനം കൊള്ളുക വരെ ചെയ്യും. കണ്ടിട്ടില്ലേ പല റൗഡികളും പല തെമ്മാടികളും അവർ ചെയ്യുന്ന വേണ്ടാത്തരങ്ങളിൽ അഭിമാനം കൊള്ളുന്നവരായിട്ടുണ്ട്. സംഭവം അത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അവർക്കത് തെറ്റാന്ന് തോന്നൂല. നമ്മളും ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പല കാര്യങ്ങളും വേണ്ടാത്തതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും നമ്മൾ അതിന് പുറത്തു ചാടാതെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നല്ലതാണെന്ന് ബോധ്യപ്പെട്ട പല കാര്യങ്ങളും അത് ചെയ്യാതെ ആഭാസങ്ങൾക്കും മാമൂലുകൾക്കും പിറകെ പോകാറുമുണ്ട്, അല്ലെ? മോശമാണ് എന്നറിഞ്ഞിട്ടും നാട്ടു നടപ്പുകൾക്കനുസരിച്ച് അതിന് പിന്നാലെ നമ്മൾ പോകാറും ചെയ്യാറുമുണ്ട്. നാട്ടിലൊക്കെ ഇപ്പം അങ്ങനെ തന്നെ അല്ലേ? പിന്നെ അപ്പൊ ഞാനായിട്ട് എന്തിനാ ചെയ്യാതിരിക്കുന്നത്? അത് ശരിയല്ലല്ലോ, ആ പ്രവണത ശരിയല്ല. ആ വിഷയം ശരിയാണോ അല്ല എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. നാട്ടുകാർക്ക് അങ്ങനെ ചെയ്യുന്നില്ല, അപ്പൊ ഞാനായിട്ട് എന്തിനാണ് അതിന് മാറി നിൽക്കുന്നത്? അത്തരക്കാരും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ദുലുമാത്തിൽ, ഇരുട്ടുകളിൽ തപ്പുന്നവരാണ് നമ്മൾ ആ കൂട്ടത്തിൽ പെടരുത്. അല്ലാഹു കാക്കട്ടെ. ആണ്. ഇനി നമ്മൾ 123 ആയത്തിലേക്ക് കടക്കുക. മക്കയിലെ ഖുറൈശി പ്രമാണിൽപ്പെട്ട പല ആളുകളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും എതിർപ്പ് നേരിട്ട് കൊണ്ടിരുന്നല്ലോ. അതൊരു പുതിയ സംഭവമല്ല എന്നാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. സത്യത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാനും വഴിതെറ്റിക്കാനും പല കുതന്ത്രങ്ങളും മെനയുന്ന ദുഷ്ടന്മാരായ പ്രമാണിമാരെ എല്ലാ കാലത്തും അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെയാണ് നിങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ സങ്കടപ്പെടുകയോ അതിൽ വേവലാതിപ്പെടുകയോ വേണ്ട. എല്ലാ കാലത്തും അവൻ ഉണ്ടായിട്ടുണ്ട്. അത് അല്ലാഹു തആലയുടെ രീതിയാണ്, ഭരണക്രമമാണ് എന്നാണ് ഇനി പറയുന്നത്. പക്ഷേ അവരുടെ കുതന്ത്രങ്ങളുടെ അത്തരം കുതന്ത്രങ്ങളുടെ ഫലങ്ങൾ, ദുഷ്ഫലങ്ങൾ അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. അതവർ മനസ്സിലാക്കാതെ പോവുകയാണ്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹാ ലിയംകുറൂ ഫീഹാ വമാ യംകുറൂന ഇല്ലാ ബിഅൻഫുസിഹിം വമാ യശ്ഉറൂൻ. വകദാലിക അപ്രകാരം തന്നെ ജഅൽനാ നാം നിശ്ചയിച്ചിട്ടുണ്ട് ഫീ കുല്ലി ഖറിയത്തിൻ എല്ലാ ഓരോ നാടുകളിലും അകാബിറ മുജ്രിമീഹാ അവിടുത്തെ ദുഷ്ടന്മാരിൽ പ്രധാനികളെ. കാബിറ എന്ന് പറഞ്ഞാൽ വലിയവരെ, പ്രധാനികൾ. മുജ്രിമീഹ ആ നാട്ടിലെ കുറ്റവാളികളിൽപ്പെട്ട, തെമ്മാടികളിൽപ്പെട്ട, റൗഡികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ ഓരോ നാട്ടിലും നാം നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിന്? ലിയംകുറൂ ഫീഹാ അവിടെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാനായി. അപ്പൊ അത് എല്ലാ നാട്ടിലും ഉണ്ടാവുന്ന രീതിയാണ്. സത്യത്തിനെതിരെ തിരിയുന്ന കുറെ ആളുകൾ, ആ നാട്ടിലെ തെമ്മാടിമാർ, അള്ളാഹു അതിനെ അവരെ സിദ്ധരാക്കിയിട്ടുണ്ട്. അതിന് പിന്നെ ഹിക്മത്തുകൾ ഉണ്ടാവാം, പല ഹിക്മത്തുകൾ അതിന് പിന്നിലുണ്ട്. അത് എല്ലാ കാലത്തുള്ളതാണ്, അത് അള്ളാഹുവിന്റെ രീതിയാണ്. പക്ഷേ അവരൊന്ന് മനസ്സിലാക്കണം,
സ്വന്തത്തോട് തന്നെയല്ലാതെ അവർ കുതന്ത്രം പ്രയോഗിക്കുന്നില്ല. അതവർ മനസ്സിലാക്കണം. സ്വന്തത്തിനെതിരെ തന്നെയാണ് അവർ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് അവർ അതിന് പിന്തിരിയേണ്ടതാണ്. അതവർ അറിയുന്നില്ല എന്ന് മാത്രം. അടുത്ത ആയത്തിലേക്ക് പോകുന്നു. 124-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണ്, സത്യപ്രവാചകനാണ് എന്നതിന് പരിശുദ്ധ ഖുർആൻ മുഖേന എന്തെങ്കിലും തെളിവ് വന്നു കിട്ടുമ്പോ മുശ്രിക്കീങ്ങളുടെ ന്യായങ്ങൾ പല നിലക്കും കാടുകയറുക പതിവായിരുന്നു. സത്യം തെളിഞ്ഞു കാണുന്ന ദൃഷ്ടാന്തങ്ങൾ എന്ത് കണ്ടാലും അവർ വിശ്വസിക്കൂല എന്ന് മാത്രമല്ല, അവരുടെ ധാർഷ്ട്യം കൂടുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ദൂതന്മാരെന്ന് അവകാശപ്പെടുന്ന ഈ റസൂലുകൾക്ക് ലഭിച്ച പോലെയുള്ള ദൗത്യവും സന്ദേശവും ഞങ്ങൾക്ക് ലഭിക്കണം, അല്ലാതെ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കൂല എന്ന് വരെ അവർ പറയും. എന്തുകൊണ്ടാണ് ഞങ്ങൾക്കും അവരെ പോലെ ദിവ്യ സന്ദേശം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ഞങ്ങളെയും അല്ലാത്ത റസൂലായി നിയോഗിക്കാത്തത്? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അടുക്കിലേക്ക് മലക്കുകൾ അയക്കാത്തത്? അവർക്ക് നൽകപ്പെട്ടതുപോലെ ദൃഷ്ടാന്തങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കും കിട്ടാത്തത്? ഇങ്ങനെയൊക്കെ മുശ്രിക്കീങ്ങൾ തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയും കഠിനമായ ധിക്കാര വാക്കുകളാണ് അവർ പറയുന്നത്. ഇതിന് അള്ളാഹുവിന് മറുപടി പറയുകയാണ്. ഇനി അള്ളാഹുവിന്റെ ദൗത്യം, അള്ളാഹുവിന്റെ റിസാലത്ത്, സന്ദേശം ആർക്ക് എപ്പോൾ എങ്ങനെ നൽകണമെന്നെല്ലാം അള്ളാഹുവിന് നന്നായി അറിയാം. അത് എന്തെങ്കിലുമൊക്കെ വാദിച്ച് നേടാനുള്ളതല്ല. ആ ദൗത്യം ഏൽപ്പിക്കാനും അത് ഏറ്റെടുക്കാനും പറ്റിയ ആളുകൾ ആരാണ്, എങ്ങനെയുള്ളവരാണ് എന്നൊക്കെ അവന് ആരും പറഞ്ഞു കൊടുക്കേണ്ട. അള്ളാഹു തന്നെയാണ് അത് കൃത്യമായി അറിയുന്ന ആള്. യുക്തം പോലെ അവനത് ചെയ്തുകൊള്ളും. സത്യത്തെ പരാജയപ്പെടുത്താൻ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ഇത്തരം ആളുകൾക്ക് നിന്ദ്യമായ ശിക്ഷയും കഠിനമായ ശിക്ഷയും ഉണ്ടാവുന്നതാണ് എന്നും അവസാനം താക്കീത് ചെയ്തുകൊണ്ടാണ് 124-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത്. ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ജാഅത്ഹും ആയത്തുൻ ഖാലൂ ലൻ നുഅ്മിന ഹത്താ നുഅ്താ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ് അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത ഫയുസീബു അല്ലദീന അജ്റമു സഗാറുൻ ഇൻദല്ലാഹി വഅദാബുൻ ശദീദുൻ ബിമാ കാനൂ യംകുറൂൻ. വഇദാ ജാഅത്ഹും, ഈ മുശ്രിക്കീങ്ങൾക്ക് അവർക്ക് വന്നു കിട്ടിയാൽ, ആയത്തിന് വല്ല ദൃഷ്ടാന്തങ്ങളും വന്നു കിട്ടിയാൽ, അവർ പറയും ലൻ നുഅ്മിന, ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ വിശ്വസിക്കുകയേ ഇല്ല, ഹത്താ നുഅ്താ, ഞങ്ങൾക്കും കിട്ടുന്നത് വരെ. എന്ത്? മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതന്മാർക്ക് നൽകപ്പെട്ടത് ഞങ്ങൾക്കും നൽകപ്പെടുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. അവർക്ക് കിട്ടിയതൊക്കെ ഞങ്ങൾക്ക് കിട്ടണം. അല്ലാഹു തആല മറുപടി പറയാണ്, അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത. അള്ളാഹുവിന്റെ ദൗത്യം എവിടെ നിക്ഷേപിക്കണം, എവിടെ സ്ഥാപിക്കണമെന്ന് അവന് കൃത്യമായി നന്നായി അറിയാം. അല്ലാഹു ആലം, അള്ളാഹുവിന് ഏറ്റവും അറിയുന്നവൻ. ഹൈസു, എവിടെയാണ് യജ്അലു അവൻ ആക്കേണ്ടത് റിസാലത്ത്, അവന്റെ സന്ദേശത്തെ ആർക്കാണ് കൊടുക്കേണ്ടത് അവനറിയാം. നിങ്ങൾ ആരും ഉപദേശിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട. ഫയുസീബുല്ലദീന അജ്റമൂ, പാപം ചെയ്ത ആളുകൾക്ക് ബാധിക്കും. ഫയുസീബു, ബാധിക്കുന്നതാണ്. അല്ലദീന അജ്റമൂ, തെറ്റ് ചെയ്ത ആളുകളെ. സഗാറുൻ, നിന്ദത ബാധിക്കുന്നതാണ്. ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ അവർ നിന്ദരായി മാറും. അദാബുൻ ശദീദുൻ, കഠിനമായ ശിക്ഷയും ബാധിക്കുന്നതാണ്. കാരണം ബിമാ കാനൂ യംകുറൂൻ, അവർ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചതിന്റെ ഫലമായി. ഈ പ്രവാചകത്വം എന്നത് എന്തെങ്കിലും യോഗ്യത കൊണ്ടോ പദവി കൊണ്ടോ ലഭിക്കുന്ന സംഗതിയല്ല. അത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണ്. സൂറത്ത് സുഹ്റൂഫിലും ഇതേപോലെ വിഷയം അല്ലാഹു തആല പറയുന്നുണ്ട്. മുശ്രിക്കുകൾ അവിടെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുകയാണ്. സൂറത്ത് സുഹ്റൂഫിലെ 31-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലൂ ലൗലാ നുസില ഹാദൽ ഖുർആൻ അലാ റജുലിൻ മിനൽ ഖറിയത്തിൻ അളീം. മക്കയിലെയും ത്വായിഫിലെയും ഈ രണ്ട് നാടുകളിൽ ഏതെങ്കിലും മഹാനായ ഒരു പ്രമാണിക്ക് എന്തുകൊണ്ട് അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തില്ല? എന്തേ മുഹമ്മദ് നബിക്ക് മാത്രം കൊടുത്തത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചോദിച്ച പ്രമാണിമാർക്ക് റബ്ബ് കൊടുത്ത മറുപടി അതിന് ശേഷം, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, അവരാണോ നിന്റെ റബ്ബിന്റെ റഹ്മത്ത് വീതിച്ചു കൊടുക്കുന്നത്? അതേ സൂറയിൽ അടുത്ത 32-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല മറുപടി കൊടുത്തിട്ടുണ്ട്. അതേ ഒരു പ്രയോഗമാണ്, ഒരു വിഷയമാണ് ഈ ഒരു ആയത്ത്, 124-ാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ പ്രവാചകത്വം ദൗത്യം എവിടെ ആർക്ക് കൊടുക്കാമെന്ന് റബ്ബ് തീരുമാനിച്ചുള്ളും. അതുപോലത്തത് കിട്ടിയാലേ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറയുന്നത് മഹാകുറ്റകരമാണ്. അത്തരം തെറ്റ് ചെയ്ത ആളുകൾക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കണം റബ്ബേ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണം റബ്ബേ.
തെറ്റുകൾ പുറത്ത് മാപ്പാക്കണം റഹ്മാൻ. സ്വാലിഹീങ്ങളായി ജീവിക്കണം തൗഫീഖ് നൽകണം തമ്പുരാനെ. മാതാപിതാക്കൾക്ക് പൊറുക്കണേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. തമ്പുരാനെ ഭഗവാന്റെ വസിയത്തിൽ ഒരുപാട് ആളുകൾ എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകണേ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. دعاتنا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.